பிபிசிஐ ஊடகம் மறைக்கப்பட்ட பெருமக்களின் செய்தியை பெருமக்களுக்கு கொண்டு சேர்க்கும் விதமாக இயங்கும் ஒரு கருத்தியல் ஊடகமாகும். இந்த ஊடகத்தில் வெளியாகும் அனைத்து செய்திகளும் பெருமக்களுடையதாக இருக்கும், பெருமக்களுக்கானதாக இருக்கும். இந்த ஊடகம் சமூக மாற்றத்திற்காக தொடர்ந்து இயங்க பிபிசிஐ ஊடகம் பெருமக்களின் குரலாகவும் கண்ணாகவும் தொடர்ந்து இயங்க கீழ்கண்ட வங்கி கணக்குக்கு உங்களுடைய பங்களிப்பை தொடர்ந்து தாருங்கள். எங்களோடு சேர்ந்து சமூக மாற்றத்திற்காக தொடர்ந்து பங்களிக்க வாருங்கள். கைகோர்ப்போம், சமூக மாற்றத்தை ஏற்படுத்துவோம். நன்றி. ബഹുമാനപ്പെട്ട അയ്യാ വൈകുണ്ഠ സ്വാമി അവറുകളുടെ ജന്മസ്ഥലമായ ഈ ഇടം പരിപാലിച്ചു പോകുന്ന മാന്യദേഹങ്ങളെ, ബഹുജൻ ദ്രാവിഡ പാർട്ടിയുടെ നാഷണൽ പ്രസിഡൻറ്റും അതുപോലെ തന്നെ ഈ രാജ്യത്തെ തദ്ദേശ ജനതയെ നേരായ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ പ്രിയങ്കരനായ നേതാവ് ജീവൻ സിംഗ് അവറുകൾ, തമിഴ്നാട് സ്റ്റേറ്റ് പ്രസിഡന്റ് പളനി അവറുകൾ, സീതാ കൗർജി തുടങ്ങി ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട ബഹുജൻ ദ്രാവിഡ നേതാക്കന്മാരെ, പ്രവർത്തകരെ, സംപൂജ്യ ഗുരുജനങ്ങളെ, അയ്യാ വൈകുണ്ഠ സ്വാമിയെക്കുറിച്ച് ഞാൻ പുസ്തകങ്ങളിലൂടെ ചില സമയങ്ങളിലൊക്കെ ഞാൻ വായിച്ചത് എൻ്റെ ഓർമ്മയിലൂടെ ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോൾ കടന്നു പോവുകയാണ്. സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ്, ഇത് ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഈ സ്ഥലത്ത് വരുന്നത്. ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഞാനിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ഇത് ഏതാണ് ഇടം, എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അത് സത്യമാണ്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി പലപ്പോഴും നമ്മുടെ നേതാവ്, നാഷണൽ പ്രസിഡന്റ് പറയാറില്ല. പക്ഷെ നമ്മളത് മനസ്സിലാക്കി എടുത്തോളണം എന്നുള്ളതാണ്. ഒരുപാട് യാത്ര ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. ഇവിടെയും വന്നപ്പോൾ ഇവിടെ നമ്മൾ വേദിയിലിരുന്നു, ഇത് എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്, എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അയ്യാ വൈകുണ്ഠ സ്വാമിയുടെ ജന്മസ്ഥലവും അതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനവുമാണ് എന്ന് മനസ്സിലായപ്പോഴാണ് ചില പുസ്തകങ്ങളിലൂടെ പണ്ട് ഞാൻ വായിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്. അപ്പോഴാണ് ഒരു ചെറിയ ഓർമ്മ, ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, മഹാത്മാ അയ്യങ്കാളി കേരളത്തിൻ്റെ നവോത്ഥാന നായകനാണ്. അദ്ദേഹത്തിൻ്റെ തലപ്പാവ് സമ്മാനിച്ചത് അയ്യാ അദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ളത്. അതിനുശേഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗത്വം സ്വീകരിക്കുന്ന സമയത്തുൾപ്പെടെ പ്രജാസഭയിൽ പങ്കെടുക്കുന്ന സമയത്തും ഒക്കെ അദ്ദേഹത്തിൻ്റെ തലപ്പാവ് തലയിൽ അദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അഭിമാനത്തോടു കൂടി. അപ്പോൾ ഇതിനു മുന്നേ നമ്മുടെ മഹാത്മാ അയ്യങ്കാളിയുടെ തലപ്പാവ് ആരാണ് സമ്മാനിച്ചത് എന്നുള്ളതിനെ കുറിച്ചൊരു ചർച്ച ഞങ്ങളുടെ കേരളത്തിൽ നിന്ന് വന്നവരുടെ ഇടയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മധുജിയാണ് അതിൻ്റെ തിരികൊളുത്തിയത്. അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞത് ശ്രീമൂലം പ്രജാസഭയെന്ന് കൊടുത്തതെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ സമയം തൊട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ വായിച്ചു പോകുന്ന ചില വരികൾ എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ഓർമ്മപ്പെടുകയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഒരു ക്ലാരിറ്റി എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. അയ്യാ വൈകുണ്ഠ സ്വാമികൾ തീർച്ചയായിട്ടും തദ്ദേശ ജനതയുടെ വഴികാട്ടിയാണ്. അതുപോലെ തന്നെ നമ്മളെ താഴ്ത്തപ്പെട്ട, തമിഴിൽ പറയുന്നത് താഴ്ത്തപ്പെട്ട മക്കളാക്കി നിലനിർത്തുന്നതിന് വേണ്ടി ബ്രാഹ്മണർ ചെയ്തു വെച്ച എല്ലാ തന്ത്രങ്ങളെയും
മറികടക്കുവാനും വെല്ലുവിളികളോടുകൂടി അതിനെ പ്രതിരോധിക്കുവാനും ജനതയെ പ്രാപ്തമാക്കിയ ഏറ്റവും മഹത് വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അയ്യ വൈകുണ്ഠസ്വാമികൾ എന്ന് പറയാൻ എനിക്ക് മടിയില്ല. അത് തന്നെയാണ് യാഥാർത്ഥ്യവും. അയ്യ വൈകുണ്ഠസ്വാമികളുടെ ജന്മഭൂമിയിൽ എത്തിച്ചേരുവാൻ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന ജീവൻ സാർ അവർക്കും, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാവന സ്മരണകളും അദ്ദേഹത്തിൻ്റെ തനതാശയങ്ങളും ഇവിടെ നിലനിർത്തി പോകുവാനായിട്ട് സാധിച്ചിട്ടുള്ള ഇതിൻ്റെ പ്രവർത്തകരോടും, അതോടൊപ്പം എന്നോടൊപ്പം സഞ്ചരിച്ച് കേരളത്തിൽ നിന്നും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അടക്കം എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഇവിടെ എന്നെ എത്തിച്ച എല്ലാവരോടും ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ജയ് കാൻഷാം, ജയ് പെരിയാർ.